പാചകവാതക ക്ഷാമം രൂക്ഷമായത് ഹോട്ടൽ ബേക്കറി വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കുന്നു. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പാചകവാതകം ലഭിക്കാതായതോടെ പല കടകളുടെയും പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ്. ഹോട്ടലുകളും ബേക്കറികളും ചായ, കാപ്പി, ചെറുകടികൾ അടക്കമുള്ളവയുടെ വിപണനം ഒഴിവാക്കി. ഇവയുടെ ഉൽപാദനത്തിന് പാചകവാതകം ഏറ്റവും അധികം ഉപയോഗിക്കേണ്ടി വരുന്നു എന്നതാണ് ഇതിന് പ്രധാന കാരണം. ഇതോടെ ഹോട്ടലുകളിലും ബേക്കറികളിലും എത്തുന്ന പല ഉപഭോക്താക്കളും ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോകുകയോ നടത്തിപ്പുകാരോട് മോശമായി പെരുമാറുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടെന്നും ഹോട്ടൽ ഉടമകളും ജീവനക്കാരും പറയുന്നു. അവശ്യ സാധനങ്ങളുടെ വിലവർധന മൂലം പ്രതിസന്ധിയിലായിരിക്കുന്ന ഹോട്ടൽ ബേക്കറി വ്യവസായത്തെ പാചകവാതക ക്ഷാമം കൂടിയായതോടെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. വാണിജ്യ സിലിണ്ടറുകൾക്ക് പ്രതിസന്ധി വരുമ്പോൾ ഹോട്ടലുകളുടെ പ്രവർത്തനം അവതാളത്തിലാകുകയാണ്. ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഹോട്ടലിൽ അവശ്യ സാധനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് വാണിജ്യ സിലിണ്ടർ അത്യാവശ്യ ഘടകമാണ്. ഇപ്പോൾ ഈ ചായയും ചെറുകടികളും ഒക്കെ ഒഴിവാക്കി ബിരിയാണി പോലുള്ള സാധനങ്ങൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. പണ്ട് തന്നെ അവശ്യ സാധനങ്ങൾ വിലവർധനവ് മൂലം ഇത് നടത്തിക്കൊണ്ടു പോകാനായിട്ട് പാടുപെടുകയാണ്. ആ കൂടെയാണ് LPG കിട്ടാനുള്ള അവസ്ഥ. അതുകൊണ്ട് ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലാണ്. ഇത് ആയിരക്കണക്കിന് തൊഴിലാളികളെയും ഇത് നടത്തുന്ന ആൾക്കാരെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെ തള്ളിവിടും. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഒട്ടുമിക്ക കടകളിലും 1-2 ദിവസത്തേക്കുള്ള പാചകവാതകം മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. ഇതുകൂടി തീർന്നാൽ കടകൾ അടച്ചിടേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും ഇവർ പറയുന്നു. ഇതോടെ പതിവായി ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന യാത്രക്കാരും ഉദ്യോഗസ്ഥരും തൊഴിലാളികൾ അടക്കമുള്ളവരും കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിൽ ആകുന്നതോടെ ഹോട്ടൽ ബേക്കറി മേഖലയിൽ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജോലിയും നഷ്ടമാകും. ഇത് മേഖലയിൽ വലിയ സാമ്പത്തിക ബാധ്യതയ്ക്കും ഇടയാക്കും. ഗ്യാസിൻ്റെ പ്രതിസന്ധി നമുക്ക് വളരെ രൂക്ഷമാണ്. നിലവിൽ നമ്മൾ ചായ നിർത്തി വെച്ചിരിക്കുകയാണ്. അതുപോലെ വിറകടുപ്പിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായ ചോറ് മാത്രമേ നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ എത്ര ദിവസം മുമ്പോട്ട് പോകാൻ പറ്റുന്നുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങൾ എല്ലാം കമ്പനി ആലോചിച്ചിട്ട് പറയും. ഇതിന് എല്ലാം ഗ്യാസ് കിട്ടാനില്ല. ഇപ്പം വലിയ കുറ്റി കിട്ടുന്നില്ല, ചെറിയ കുറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് ചെറിയ കുറ്റി നമുക്ക് കിട്ടുന്നില്ല. അതാണ് വിഷയം. പിന്നെ ചായ നിർത്തി, കാപ്പി നിർത്തി, എല്ലാം നിർത്തിയേക്കാം. ചോറ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. വേറൊന്നും എല്ലായിടത്തും എല്ലാ ഹോട്ടലിലും തന്നെ ശരി നോക്കുന്നുണ്ട്. അത് കിട്ടാനില്ല. കൽക്കരി അടുപ്പ് കിട്ടാൻ നോക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല. ഈ ഹോട്ടലിൽ നിന്ന് ആളുകൾ ഭക്ഷണം കഴിക്കാതെ പോകും. ഇന്ന് വന്ന് ചോദിച്ചു ചായ കാപ്പി ചോദിച്ചപ്പോൾ ചായ ഇല്ലെന്ന്. പിന്നെ ചായക്കട പേര് ഇട്ടേക്കുന്നത് ഇതൊക്കെ ചോദിക്കുന്നത്. അടിയന്തരമായ വിഷയത്തിൽ സർക്കാർ ഇടപെട്ട പ്രശ്നപരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാകും നേരിടാൻ പോകുകയെന്നും ഹോട്ടൽ വ്യാപാരികൾ പറയുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.